أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج. للكافرين ليس له دافع من الله ذي المعارج. تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا. إنهم يرونه بعيدا ونراه قريبا. സൂറത്തുൽ മആരിജ്, അതിലെ ഓരോ ആയത്തുകളും നമ്മൾ വിശദീകരിച്ച് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകിയത് ഫസ്ബിർ സബ്റൻ ജമീല എന്ന ആയത്തിലൂടെയാണ്. നല്ല രൂപത്തിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. ഇന്നഹും, തീർച്ചയായിട്ടും അവർ എന്ന് പറഞ്ഞാൽ കാഫിറുകൾ, യറൗനഹു, അതിനെ എന്ന് പറഞ്ഞാൽ ഖിയാമത്തിന്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ, ബഈദാ, വളരെ ദൂരെയാണെന്ന് അവർ കരുതുന്നു. അല്ലെ, അത് ഇപ്പോഴൊന്നും സംഭവിക്കുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്, കാഫിറുകളായ പാപികളായ ആളുകൾ. വനറാഹു ഖരീബാ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഞാൻ അതിനെ അടുത്ത് തന്നെ സംഭവിക്കുന്നതായി കാണുന്നു എന്നതാണ്. അൽളമീറു യഊദു ഇലൽ ബഅസ് അല്ലദി യഖഉ ഫീഹി അദാബു സായിലീന ബിൽ അദാബ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അത് യറൗനഹു, അതിനവർ കാണുന്നു എന്ന് പറഞ്ഞില്ല, അതിലെ അത് എന്ന് വരുന്ന ലമീർ അത് ബഅസിനെയാണ് സൂചിപ്പിക്കുന്നത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അത് സംഭവിക്കുകയാണ് എങ്കിൽ, ഇപ്പൊ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ, അവർക്കുള്ള ശിക്ഷ പരലോകം, അതാണ് ഇവിടെ പിന്നെ യറൗനഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഇന്ന ഹാലഹും ഹാലുൽ മുൻകിരി ലഹു, അവരുടെ സ്ഥിതി ഖിയാമത്ത് നിഷേധിക്കുന്നവരുടെ, പരലോകം നിഷേധിക്കുന്നവരുടെ അവസ്ഥ പോലെ തന്നെയാണ്. അബില്ലദി ഗലബത അലൈഹി ശിഖവതു വസ്സക്ര, പാപങ്ങളും ലോകാസക്തിയും കൊണ്ട് കണ്ണും ഹൃദയങ്ങളും മങ്ങിയവർക്ക് മരണം മുതലുള്ള പരലോക ജീവിതത്തിന്റെ കാര്യങ്ങൾ എല്ലാം വളരെ ദൂരെയായിട്ട് അവർക്ക് തോന്നും. حتى تباعد جميع ما أمامه من البعث والنشور والله يراه قريبا. എന്നാൽ ലോകാസക്തിയുള്ള പാപികളായ കാഫിറുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുനർജീവനം വളരെ ദൂരെയുള്ളതായി തോന്നുമെങ്കിലും വല്ലാഹു യറാഹു ഖരീബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അടുത്തതായിട്ടാണ് കാണുന്നത്. ലിഅന്നഹു റഫീഖുൻ ഹലീമുൻ ലാ യുഅജ്ജിലു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും കരുണയും ഉള്ളവനാണ്. അതിനെ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൃതി കാണിക്കാത്തവനാണ്. വയഅലമു അന്നഹു ലാ ബുദ്ദ അൻ യകൂൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം, അത് തീർച്ചയായിട്ടും സംഭവിക്കും. പിന്നെ പരലോകം, പ്രതിഫല നാൾ, പുനർജന്മം, അത് എന്തായാലും സംഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൃതി കാണിക്കുന്നില്ല. വകുല്ലു മാ ഹുവ ആതിൻ ഫഹുവ ഖരീബ്, കാരണം വരാനിരിക്കുന്ന എല്ലാം അടുത്തതാണ്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത്, ലോകാവസാനം, അത് കഴിഞ്ഞ് പരലോകം, അത് വളരെ ദൂരെയാണ് എന്ന് ആളുകൾ കരുതും. പക്ഷേ അല്ലാഹുവിന് അത് അടുത്തതാണ്. മനുഷ്യർ അത് അസാധ്യമാണെന്ന് കാണുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉറപ്പായും സംഭവിക്കുമെന്ന് അല്ലാഹുവിന് അറിയാം. വരാനിരിക്കുന്ന എല്ലാം എത്ര ദൂരെ ആയാലും അത് എത്ര അകലെയാണ് എങ്കിലും അടുത്തതായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ക്ഷമ കൈകൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ചു. കാഫിരീങ്ങൾ പരിഹസിക്കാനും ശിക്ഷയ്ക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരൂ എന്ന് ധൃതി കൂട്ടി പറയുവാനുമുള്ള കാരണം അള്ളാഹുവിന്റെ ശിക്ഷ വളരെ വിദൂരമാണ്, അത് നടക്കാത്തതാണ് എന്നവർ കരുതിയത് കൊണ്ടാകാം. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഒട്ടും വിദൂരമോ പ്രയാസപ്പെട്ടതോ അല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. ഇനി തുടർന്ന് അവർ പരിഹസിച്ച, ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷയുടെയും അത് സംഭവിക്കുന്ന ആ ദിവസത്തിന്റെയും ഗൗരവങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. അത് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.